തദ്ദേശ വാർഡ് വിഭജന ബില്ല് 5 മിനിറ്റിൽ പാസാക്കി നിയമസഭ. സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുമെന്ന അജണ്ടയിൽ പോലും ഭേദഗതി വരുത്തിയാണ് ബില്ല് പാസാക്കിയത്. പ്രതിപക്ഷം സഹകരിക്കാത്തതാണ് കാരണമെന്ന് മന്ത്രി എം.പി. രാജേഷ് ന്യായീകരിച്ചു. വിവരങ്ങളുമായി എം.കെ. വിനോദ് ചേരുന്നു. വിനോദ്, എന്ത് അടിയന്തര സാഹചര്യമായിരുന്നു അത്തരത്തിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് പോലും വിടാതെ പെട്ടെന്ന് ബില്ല് പാസാക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നത്? പ്രതിപക്ഷം എന്തിനോടാണ് സഹകരിക്കാതിരുന്നത്? ഒപ്പം ബില്ലിന്റെ വിശദാംശങ്ങളും. തീർച്ചയായും വീണ, നമുക്കറിയാം ഇത് വലിയൊരു അവസരമാക്കി മാറ്റുകയായിരുന്നു. വലിയ ചർച്ചയ്ക്കും ഒക്കെ വിധേയമാകേണ്ട ഒരു ബില്ലായിരുന്നു ഇത്. സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടേണ്ട ബില്ല് തന്നെയായിരുന്നു. മുനിസിപ്പാലിറ്റി, പഞ്ചായത്തി രാജ് എന്നീ 2 ബില്ലുകൾ അതിൻ്റെ ഭേദഗതി വരുത്തുന്ന ബില്ലാണ്. നമുക്കറിയാം ഇത് നേരത്തെ ഓർഡിനൻസ് ആക്കി ഗവർണർക്ക് കൊടുത്ത ഒരു ബില്ലാണ്. ഗവർണർ ഇത് ഒപ്പിടാതെ മടക്കി അയച്ചതോടുകൂടിയാണ് അവർക്ക് ഇത് നിയമസഭയിൽ ഇത് ബില്ലാക്കി കൊണ്ടുവരേണ്ടി വന്നത്. അപ്പോഴാണ് കൃത്യസമയത്ത് അത് പാസ്സാക്കിയെടുത്ത് ഒരു ചർച്ച പോലും ഇല്ലാതെ, ഒരു എതിർപ്പുമില്ലാതെ പ്രതിപക്ഷം മറ്റൊരു വിഷയം ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ചും ബാർക്കോഴ എന്നുള്ള വലിയ ഒരു ആക്ഷേപം ഉന്നയിച്ച് സഭയ്ക്കുള്ളിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തുമ്പോഴാണ് അതേ മന്ത്രിയുടെ കീഴിലുള്ള, നമ്മൾക്കറിയാം തദ്ദേശ വകുപ്പ് മന്ത്രിയാണ് എം.പി. രാജേഷ്, അദ്ദേഹത്തിന് തന്നെയാണ് ഈ എക്സൈസ് വകുപ്പിന് ചുമതലയും. അപ്പോൾ അതേ വകുപ്പിന് കീഴിലുള്ള വളരെ പ്രധാനപ്പെട്ട, പ്രതിപക്ഷം കൂടി ചർച്ചയിൽ പങ്കെടുത്ത സബ്ജക്റ്റ് കമ്മിറ്റിക്കൊക്കെ വിട്ടതിന് ശേഷം മാത്രം പാസ്സാക്കേണ്ട ഒരു ബിൽ 5 മിനിറ്റ് കൊണ്ട് പാസ്സാക്കിയെടുത്തു എന്നുള്ളതാണ്. വളരെ തന്ത്രപരമായ നീക്കമാണ് ഇക്കാര്യത്തിൽ LDF സർക്കാർ നടത്തിയത്. ഇത് UDFകാർ ഈ ബില്ല് പാസ്സാക്കിയത് പോലും അറിഞ്ഞില്ല. 5 മിനിറ്റ് കൊണ്ട് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് പോലും വിടാതെ ഈ ബില്ല് പാസ്സാക്കിയിരിക്കുന്നു. ഈ ബില്ലിലെ പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് എല്ലാ തദ്ദേശ വാർഡുകളിലും ഏറ്റവും കുറഞ്ഞത് ഒരു വാർഡെങ്കിലും അധികമായി വിഭജിച്ചുകൊണ്ട് വാർഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ബില്ലാണ്. ഇത്തരത്തിൽ 5 മിനിറ്റ് കൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ ഒരു നിർദ്ദേശമോ ഒരു ചർച്ചയോ ഒന്നും കൂടാതെ വളരെ വിദഗ്ധമായി പാസ്സാക്കിയത്. ശരി വിനോദ്.